ഇതുകൊണ്ടില്ലേ കണ്ട വാക്സിൻ എടുത്ത് വന്നപ്പോ തുടങ്ങിയ കിടപ്പാണ്. എന്തപ്പോ അവന്റെ സ്ഥിതി? എന്ത് സ്ഥിതി? ഒരു സ്ഥിതിയില്ല. ഉണ്ണിമാഷ് എണീച്ച എണീക്ക്. എന്തപ്പ എനിക്ക് തോന്നണത്? വിറക്കുന്നു, പിന്നെ തല കറക്കുന്നു. വെറുതെ പറയാണ്, പേടിച്ച് പേടിച്ച്. എന്താ എന്റെ മണ്ടോതിരി ഇജ്ജ് കാണിക്കണത്? ഓന്റെ അടങ്ങറ ഓനല്ല അറിയുള്ളോ. ഞങ്ങൾ മാഷുമാര് പലരും എടുത്താണ് ഈ വാക്സിൻ. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങക്ക് കുഴപ്പമില്ലാച്ചിട്ട് കുഴപ്പമുള്ളവരുണ്ടാവുമായിരിക്കും. ഇക്ക ഒന്ന് നോക്കിയ വെട്ടി വേർക്ക, എന്നിട്ട് ഈ കമ്പിളിയും പൊതിച്ച് കാട്ടുന്ന എന്റെ മണ്ടോതിരി ഓനൊന്ന് സ്വസ്ഥായിട്ടാ കടന്നോട്ടെ എന്നായി. എന്റെ ഉണ്ണിമാഷേ, ഇത് ഈ വാക്സിൻ എടുക്കണതിന്റെ മുമ്പ് ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ 2-3 ദിവസം ചിലപ്പോ പരിക്കുന്നു. അതിനുള്ള മരുന്നും തന്നിട്ടില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ശരി. അപ്പൊ പനിക്കാനപ്പൊ നിങ്ങള് ഈ ജാതി പണിയൊക്കെ പോയി ചെയ്യണേ? കോയൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞിട്ടാ പറഞ്ഞത്? ഈ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുമ്പോ നമ്മുടെ ശരീരത്തിൽ അത് പിടിച്ചെങ്കിൽ 1-2 ദിവസം പനിക്കും. കണ്ടോക്കട്ടെ. എന്തേ കണ്ണുതാ മഞ്ഞളിച്ചിട്ടിരിക്കും. അതല്ലെങ്കിൽ ഉണ്ണിമാഷയുടെ കണ്ണ് എപ്പോഴും മഞ്ഞ കളറിനെ. അനക്കൊന്നുമില്ലാട്ടോ. ഒന്നും അനക്കില്ലാന്ന് വെച്ച് മനസ്സിലങ്ങട് ഈ മാനം ഉറപ്പിച്ചാളി. അതൊക്കെ പറയാം. എന്താ കോയക്കായി പറയണത്? എല്ലാ കാര്യത്തിനും ഓടി നടക്കണ ഒരു ചക്കനാണല്ലാ. ഒരടക്കറുണ്ടാക്കരുത്. അല്ലാ സുഹൃതാ, ഇന്നലത്തെ ഒരു വാർത്ത കേട്ടച്ച്. എന്താ? വടകരയിലുള്ള ഒരു ഡോക്ടർ ഈ ചങ്ങായി ഇപ്പൊ ഈ പറഞ്ഞ എന്താ ഇതിന്റെ ഇത് എടുക്കാൻ പോയി. വാക്സിൻ എടുത്തോ? വാക്സിൻ എടുക്കാൻ ഇത് എടുക്കാൻ പോയി. എടുക്കാൻ പോയി വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന് കേറിയില്ല. അതാ കിടക്കണത്. ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഇപ്പൊ ആൾക്കാരൊക്കെ പറയണത്. സംഗതി എന്താ? ഇത് പോയി എടുത്തതാ. എന്റെ കോയക്കപ്പ അത് വാക്സിൻ എടുത്തിട്ടൊന്നല്ല. വാക്സിൻ എടുക്കാണ്ട് അറ്റാക്ക് വന്നാലും ചാവില്ലേ? എന്തെല്ലാം കാര്യത്തിന് ഓടി നടക്കണ ആൾക്കാരാണ് റബ്ബേ. ഈ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഇത്ര ചെറുപ്പത്തിൽ. പിന്നെ എനിക്കിവിടെ ചുറ്റിങ്ങനെ ഇടി ഇങ്ങനെ കൂടി കൂടി വരണ മാതിരി തോന്നുന്നുണ്ടോ? ഇവിടെ വരുന്നുണ്ടോ അങ്ങനെ? ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ. അല്ലെങ്കിലും മാഷുക്കൊരു ശേഖരം കിട്ടിയാൽ മതി. എന്തിനിപ്പോ ഇത് കോയൊക്കെ അറിയിച്ച്? എന്റെ തള്ളവിരലിന്റെ മുകളില് തരിപ്പ് മാതിരി തോന്നുന്നുണ്ട്. എനിക്ക് തരിപ്പുണ്ടോ? വിളിച്ചോണ്ട് പോവോ? ബന്ധുക്കളൊക്കെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ നിങ്ങളെ എല്ലാരും? എന്റെ കോയക്ക് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. ആർക്കൊന്നും ചേട്ടനെ ഒന്നുമില്ല. ഞാൻ പള്ളിക്കൊൽക്കാ പോണ്. അനക്ക് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ദുആ ചെയ്യണത്. ഒന്നുമില്ല. കണ്ടില്ലേ സേത്യാനത്തിന്റെ ഇതും കൂടി ഉണ്ടാവേ. കൊഞ്ചിക്കാൻ ഒരാളെ കിട്ടിയപ്പോഴേ أعوذ برب الفلك من شر ما خلق ومن شر حاسد إذا وقب ومن شر النفاثات എന്താ കോയക്കായി കാണിക്കണേ? ഒന്നാമത് ഇപ്പൊ മാസ്ക് വെച്ചെടുക്കേണ്ട സമയം. ഇത് മാസ്ക് ഇല്ലാണ്ട് മുഖത്തേക്ക് തുപ്പിയാലോ? തുപ്പ് എന്താ പറഞ്ഞ മന്ദിരിച്ചു കൂതിയതാണ് ഞാൻ. നിങ്ങളെല്ലാരും കൂടി ഓനെ കൊല്ലാഞ്ഞാ മതി. ഒന്നുമില്ലാത്തോണ്ട് എനിക്ക് ഞാൻ തന്റെ കൂടെ. എന്തെങ്കിലും ഇടങ്ങള് തോന്നിച്ച് എന്നെ വിളിപ്പിക്കണട്ടോ. ഇവര് പറഞ്ഞൊന്നും കൂട്ടാക്കണ്ടില്ല. കോയക്കാ പോവാ. റൂഹ് പിടിക്കാൻ അസ്രായേൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങണ സമയാണ്.
പറ്റിയല്ലേ ഓരിടുന്നത്. ഇത് ഉണ്ണിയേട്ടൻ കരയണതാണ്. കോയൊക്കെ വാ പോവാ. എന്നാ പോവാ. എന്തേലും പ്രശ്നം വിളിച്ചാൽ ഒന്നുമില്ല കേട്ടോ. മാഷേ. വേറെ എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. വിളിച്ചറിയിക്കും. കോയൊക്കെ വാ. അയൽവക്കത്തൊക്കെ ആൾക്കാരൊക്കെ ഇല്ലേ? എന്നാ ശരി. കാത്തുരക്ഷിക്കണല്ലോ. ഉണ്ണിയേട്ടാ ഇനി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിച്ചു വെച്ചിട്ട് ഞാൻ മൊത്തം വിറക്കല് കൂടി. ആദ്യം ഈ പൊതപ്പ് മാറ്റി, അപ്പൊ തന്നെ പകുതി അസുഖം മാറും നിങ്ങളുടെ. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് അറിയണമല്ലോ. പൊന്തുന്നില്ല. ഇന്നൊന്നും കഴിക്കണില്ലേ? പൊന്തുന്നില്ല കൈ. ഇപ്പൊ പൊന്തിയാ? ഇപ്പൊ പൊന്തിയാ? പൊന്തി. എന്നാ എണീക്ക്. എണീക്ക്. ഇപ്പൊ എണീപ്പിക്കണം, ഞാൻ കാണിച്ചു. എണീറ്റേ. വെറുതെ ആവശ്യമില്ലാത്ത നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടിട്ട് ഭയങ്കര അഭിനയം. ഒന്നും കഴിക്കുന്നില്ല ഇന്ന്? വേണ്ടേ? ഒന്നും വേണ്ട. അന്ന് പട്ടിണി ഇരുന്ന. വേറെ എന്തെങ്കിലും വരുമ്പോ നമുക്ക് പോവാട്ടാ, ആശുപത്രി പോവാ. അപ്പൊ ഒരു കുത്തും കൂടി ഇവിടത്തെ അയ്യോ. ഉണ്ണിയേട്ടാ വണ്ടു എന്തോ ഉറങ്ങാത്തെ? വന്നിരുന്നേ. എങ്ങോട്ട്? ഇവിടെ ഇരിക്ക്. നീ ഇരിക്ക്. എന്താ ഉണ്ണിയേട്ടാ? 22-32 ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 22-32 പറ. 22-32. മതി. കറക്റ്റ്. ഈ ATM കാർഡിന്റെ പാസ്വേഡാന്ന് ഇപ്പം പറഞ്ഞ നമ്പർ മറക്കണ്ട. ഇതെല്ലാ പൈസയും എനിക്കെന്നെ അടക്കം. ആധാരം, എൻ്റെ സകലമാന സ്വത്തുക്കൾ ഞാൻ നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിനക്കെന്നെ. നീ എന്നെ എന്റെ ഉണ്ണിയേട്ട ഒരു വാക്സിൻ എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേ? ഒരു വാക്സിൻ എടുത്താൽ പോലെ മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും മരിക്കലായി. ഞാൻ പോയി മരിച്ചു. പോ. എന്താ ഉണ്ണിയേട്ടാ എന്തൊക്കെയാ കാണിക്കണേ? അപ്പോൾ വാക്സിനാണ് പ്രശ്നം. ഈ വാക്സിൻ എടുത്തതുകൊണ്ട് ഒരാളും ഇന്ന് വരെ മരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഉണ്ണി, എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. കാണുന്നുണ്ട് സാർ. ഇനി ആ കൈയൊന്ന് പൊക്കൂ. കൈ പൊക്കൂ. കൈ വേദനയുണ്ടോ? ഇല്ല. ആര് പറഞ്ഞു? നുണ പറയരുത്. ശ്രദ്ധിച്ചു നോക്കൂ. വേദനയില്ലേ? ഇല്ലേ? അതാണ്. അതുപോലെ ആ ചെസ്റ്റിലൊന്ന് കൈവച്ച് നോക്കൂ.
ഹൃദയമിടിപ്പ് എങ്ങനെയുണ്ട് അറിയുന്നുണ്ടോ? കൂടി കൂടി വരുന്നുണ്ടോ? ഇല്ലാന്നോ? നുണ പറയരുത്. ഉണ്ട് സാറേ. കൂടി വരുന്നില്ലേ? ഉണ്ട്. മണ്ടോദരി, നിങ്ങളുടെ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഒരസുഖവും ഇല്ല. ആ, ഇത് കൊറേ തവണ ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ലല്ലോ. വർദ്ധിച്ച ഉത്കണ്ഠ, അതുപോലെ അനാവശ്യമായിട്ടുള്ള ഭയം, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. വേദന ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വാക്സിൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളും നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് തന്നെയാണ് ഡോക്ടറെ. അതുപോലെ ചില പത്രമാസികകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഒക്കെ ഈ ചില രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ അത്തരം ലക്ഷണങ്ങളൊക്കെ തനിക്കുണ്ടോ എന്ന് പേടിച്ച് വിശ്വസിച്ച് കഴിയുന്നവരാണ് നമ്മുടെ മലയാളികളിൽ ഭൂരിഭാഗവും. ഇപ്പൊ കൊറോണ വന്ന സമയത്ത് ചെറിയൊരു ജലദോഷമോ അതുപോലെ ഒരു പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് കൊറോണയാണോ എന്ന് കരുതി പേടിക്കും. പക്ഷെ കൊറോണയാണോ? അല്ലേ? അല്ല, അല്ല. അത് വെറും പേടി മാത്രമാണ്. വെറും പേടി മാത്രം. അപ്പോൾ ഉണ്ണി സാർ, ഈ വാക്സിൻ എടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം എന്തിന് സംശയത്തോടു കൂടി മാത്രമേ കാണൂ. ശരി. പിന്നീട് ഇതൊക്കെ അങ്ങ് മാറി 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 വരികയും ചെയ്യും. ഇപ്പോൾ ഈ വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ച് ഉണ്ണി ഒരു കാരണവശാലും മരിക്കാൻ പോകുന്നില്ല. ആണോ സാറേ? അതെ. പിന്നെ വാക്സിൻ എടുത്തെന്ന് കരുതി മാസ്ക്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുകയും വേണം. സാറേ, ഈ കോവിഡ് വാക്സിൻ എടുത്തതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും മരിക്കൂല അല്ലേ? ഒരിക്കലും മരിക്കില്ല. ഉറപ്പല്ലേ സാറേ? ഉറപ്പ്. അങ്ങനെയാണെങ്കിലേ ആ ATM കാർഡ് ഇങ്ങടുത്തെ, ഞാൻ ഇന്നലെ തന്ന ATM കാർഡ് ഇങ്ങക്ക്, അതിന്റെ പാസ്വേഡ് ഒന്ന് മാറ്റണം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ മരമായും ഫുള്ളായിട്ട് കാണാനുള്ള ഒരു അവസരം ഇല്ലല്ലോ, എങ്ങനെയാണ് നിയാസെ അത് ഒന്ന് ഫുള്ളായിട്ട് കാണാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി മുതൽ മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മരമായം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എപ്പിസോഡുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ ഒരു സംശയം വേണ്ട, മനോരമ മാക്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ.